കടലിൽ കുളിക്കുന്ന സമയത്ത് അവർ ആ പ്രദേശത്ത് നിന്നും കേട്ട ഒരു സ്ത്രീയുടെ കരച്ചിലും ഒരു വൃദ്ധൻ നടന്നു പോകുന്നതും കണ്ടപ്പോൾ അവരവിടെ ആൾതാമസം ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ അവർക്ക് മുന്നിലൂടെ നടന്നു പോയതും അവർ കേട്ട ശബ്ദവും അവിടെ മരണപ്പെട്ട ചില ആത്മാക്കളുടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2004 സുനാമിയിൽ ദേഹം നഷ്ടപ്പെട്ട ചില ആത്മാക്കൾ വസിക്കുന്നുണ്ടെന്ന് പറയുന്ന ചെന്നൈയിലെ കരിക്കാട്ടുകുപ്പം എന്ന ഒരു പ്രദേശമുണ്ട്. നമ്മുടെ സെർച്ചിങ് ലിസ്റ്റിൽ കരിക്കാട്ടുകുപ്പം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചില ഹോണ്ടഡ് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ കരിക്കാട്ടുകുപ്പത്തിൽ സുനാമിയിൽ മരണപ്പെട്ടവരുടെ ആത്മാവ് അലഞ്ഞു തിരിയുന്നുണ്ടെന്ന കെട്ടുകഥകളും യാഥാർത്ഥ്യ കഥകളും ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഈ ഫോളോവർ പറഞ്ഞു തന്ന അവർക്കുണ്ടായി എന്ന് പറയുന്ന ഈ അനുഭവ കഥ കേട്ടതിന് ശേഷം ഞാൻ ഉറപ്പായി പറയുന്നു, ആ ഒരു പ്രദേശത്ത് ഉറപ്പായും ആത്മാക്കളുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ മരണത്തിന് ശേഷം ആ ഒരു പ്രദേശം മുഴുവൻ അവിടെ നിന്നും ഒഴിഞ്ഞു പോയത്. പിന്നീട് അവിടെ താമസിച്ചവരാരും തന്നെ അവിടെയുള്ള ഒരു അമ്പലത്തിലേക്കല്ലാതെ ആ ഭാഗത്തേക്ക് പിന്നീട് വന്നിട്ടേയില്ല. എൻ്റെ ഈ 3 സുഹൃത്തുക്കൾ അവർക്കുണ്ടായ അനുഭവം എന്നോട് പങ്കുവെച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ആ ഒരു കഥ മുഴുവനായി നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മരിച്ചിട്ടും കാത്തിരിക്കുന്നവർ എന്ന യൂട്യൂബ് ചാനലിൽ ആ കഥ മൊത്തമായി ലഭ്യമാണ്. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഞാൻ എപ്പോഴും മുൻഗണന നൽകുന്നു. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂടാം.